വിഭാഗമായിട്ട് നിൽക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ജയപ്രകാശ് നാരായണനെ പോലെ ഉള്ള ഒരു പ്രതിപക്ഷ ശബ്ദം, ഒരു ശാക്തിക സ്രോതസ് നമ്മുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ ഇത്രയും ശൂന്യമായിട്ടുള്ളൊരു സ്ഥലത്ത് പോലും പല രീതികളിലും വിഷയങ്ങളിൽ ഇടപെടാനും അതുപോലെ അതിനെ സജീവമാക്കുവാനും ഭരണകൂടത്തിൻ്റെ മുന്നിൽ വെക്കുവാനും ചെറുപ്പക്കാർ, കുട്ടികൾ, നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ട് ഇത്തരം പരിപാടികളിൽ പൊതുവെ ചെറുപ്പക്കാരെ കാണാറില്ല. ഇപ്പോൾ ഈ സദസ്സിൽ തന്നെ, വേദിയിലും സദസ്സിലുമായി നോക്കിക്കഴിഞ്ഞാൽ തന്നെ 30 വയസ്സിന് 40 വയസ്സിന് താഴെയുള്ളവരില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ ഈ ശൂന്യതയ്ക്കുള്ളൊരു ഉത്തരം കൂടിയാണ്. അവർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ചടങ്ങുകളിൽ വരാത്തവർ പോലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട്. അവർ നേരിടുന്ന പരീക്ഷകളെക്കുറിച്ച്, അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലായാലും ശരി, അതിന് പുറത്ത് ജീവിതത്തിലുള്ള പരീക്ഷകളായാലും ശരി,